സാൾട്ട് ഗഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ സർക്കാർ, സ്വകാര്യ, സ്വാശ്രയ ഫാർമസി കോളേജുകളിലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ എൻട്രി ആരംഭിച്ചിരിക്കുകയാണ്. 22/8/2025 വൈകിട്ട് 5 മണി വരെയാണ് ഓൺലൈൻ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നിലവിലുള്ളത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ക്യാഷ് അടച്ചിട്ട് ഓപ്ഷൻ എൻട്രി ഫീസ് അടച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ കാണിക്കുന്ന ഓപ്ഷൻസ് അതിലേതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം ഉള്ളത് എന്നുള്ളത് മാത്രം നൽകുക. അത് തന്നെ പ്രയോറിറ്റി ബേസിൽ നൽകുക. ഗവൺമെൻറ് കോളേജുകളിൽ ആണ് കിട്ടാൻ ഏറ്റവും താല്പര്യമെങ്കിൽ ആദ്യം അത് ഓപ്ഷൻ നൽകുക. അതിന് ശേഷം മാത്രം മറ്റ് കോളേജുകൾ ഓപ്ഷൻ നൽകുക. മറ്റു കോളേജുകളിലേക്ക് നിങ്ങൾ പോകും എന്നുണ്ടെങ്കിൽ മാത്രമേ ഓപ്ഷൻ നൽകാവൂ. അല്ലാത്തവർ അതിലേക്ക് ഓപ്ഷൻ നൽകരുത്. ഫീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഓപ്ഷൻ എൻട്രി നടത്തുക. ഇനി മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ ഹോം പേജിൽ കാണുന്ന ഓപ്ഷൻസ് അടുത്ത ഘട്ടത്തിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് നിങ്ങളുടെ ഹോം പേജിൽ കാണില്ല. അതായത് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷൻസ് എത്ര ഉണ്ടോ അതും, അതേപോലെ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ മുകളിലേക്കുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് കാണാൻ സാധിക്കൂ. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്കുള്ള എല്ലാം ഡിലീറ്റായി പോകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ, സർക്കാർ കോളേജ് കിട്ടിയില്ലെങ്കിൽ ഒരു സ്വകാര്യ കോളേജിലെങ്കിലും കിട്ടിയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ ആ കോളേജിലേക്കും കൂടി ഇപ്പോൾ ഓപ്ഷൻ നൽകേണ്ടതാണ്. അഥവാ നിങ്ങൾക്ക് സർക്കാർ കോളേജ് കിട്ടിയില്ലെങ്കിൽ എവിടെയും കിട്ടണ്ട എന്നാണെങ്കിൽ ഈ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് ഓപ്ഷൻ നൽകരുത്. ഇതിലേക്ക് പോകും എന്നുള്ളവർ മാത്രം ഓപ്ഷൻ നൽകുക. അല്ലാത്തവർ അതിൽ നൽകാൻ നിൽക്കരുത്. കാരണം നൽകിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോളേജിൽ പോകൽ നിർബന്ധമായിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ജോയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ ആ കോളേജിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. അപ്പോൾ നിലവിൽ നിങ്ങൾ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഘട്ടത്തിൽ ഈ കാണിക്കുന്ന ഓപ്ഷൻസ് ഇതിൽ നിങ്ങളിപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് മാത്രം നിങ്ങളുടെ പേജിൽ വരും. അത് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും, അതേപോലെ ആ പുതിയ ഏതെങ്കിലും കോളേജ് വരികയാണെങ്കിൽ മാത്രം അത് ആഡ് ചെയ്യാനും മാത്രമേ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ഇനിയും ഇത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്ന ധാരണയിൽ ഇരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ എൻട്രി നടത്തിയവരാണെങ്കിൽ അവർ സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ എഡിറ്റിംഗ് 22/8/2025 വൈകുന്നേരം 5 മണി വരെ നടത്താവുന്നതാണ്. എന്ത് എഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്തു വെക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്റ് ഔട്ടും കൂടെ എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും ഓപ്ഷൻ നൽകിയവരാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് കോഴ്സിനും അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇപ്പോൾ രണ്ടിൻ്റെയും ഓപ്ഷൻസ് അവരുടെ ഹോം പേജിൽ കാണാൻ സാധിക്കും. ഇതിൽ ഏതാണോ നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് അത് മുകളിൽ കൊടുക്കുക. അതായത് 1, 2, 3 എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി ഏതിനാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് ഒന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നെ കൊടുത്തിരിക്കണം. കാരണം എഞ്ചിനീയറിങ്ങിനും ഫാർമസിക്കും വ്യത്യസ്ത അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കോളേജിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നൽകുകയുള്ളൂ. ആ അലോട്ട്മെൻറ്റ് ഏത് കോളേജാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആ കോളേജിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് രണ്ടിനും ഓപ്ഷൻ നൽകിയവരാണെങ്കിൽ, രണ്ട് കോഴ്സും അപ്ലൈ ചെയ്തവരാണെങ്കിൽ അവർ ഫാർമസി ആണോ അല്ല എൻജിനീയറിംഗ് ആണോ താല്പര്യപ്പെടുന്നത് എന്നതിനനുസരിച്ച് ഓപ്ഷൻ എൻട്രി ക്രമീകരിക്കാനും കൂടി ശ്രദ്ധിക്കാം. ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ചോദിച്ചോളാം. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.